കോഴിക്കോട് 13 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ പൂനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി പൂനെ എക്സ്പ്രസിൽ കുട്ടി കയറിയിട്ടുണ്ട് എന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വേദവ്യാസ സൈനിക് സ്കൂളിലെ 7ാം ക്ലാസ്സുകാരൻ ബീഹാർ സ്വദേശി സൻസ്കാർ കുമാറിനെ കാണാതായത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, പുതുതായി പുറത്തുവന്ന CCTV ദൃശ്യം അത് കേന്ദ്രീകരിച്ച് കൂടുതലിടങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. പൂനെയാണിപ്പോൾ തെരച്ചിലിൻ്റെ ഒരു ഫോക്കസായി മാറുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്? എന്തെങ്കിലും സൂചനകൾ പോലീസിന് മുമ്പിലുണ്ടോ രാഹുൽ? റജിത്ത്, അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് കോഴിക്കോട് നിന്നും ഈ 13 വയസ്സുകാരനെ കാണാതാകുന്നത്. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു. കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ഈ കുട്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പൂനെ എക്സ്പ്രസിൽ കയറി രക്ഷപ്പെടുന്ന ഒരു CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ CCTV ആണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവ്. അതുകൊണ്ട് കുട്ടി കേരളം വിട്ട് പൂനെയിലേക്ക് പോയി എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് വേദവ്യാസ സൈനിക സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഈ കുട്ടി. ഹോസ്റ്റലിൽ നിന്നും ഈ മതിൽ ചാടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആദ്യം പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് നിന്നും കുട്ടി രക്ഷപ്പെട്ടു എന്ന വിവരം പോലീസ് ലഭിച്ചത്. എന്തായാലും നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടി മറ്റു ബന്ധുക്കളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോഴും പുരോഗമിക്കുന്നു. ഒരാഴ്ച പിന്നിടുമ്പോഴും കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും അതോടൊപ്പം തന്നെ നടക്കാവ് പോലീസും ഉള്ളത്. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.